വല്യമ്മേ എന്താ മകനെ വഴിതെറ്റിയോ? ഇതുവഴി പിള്ളേർ വല്ലതും പോകുന്നുണ്ടോ? ആ ഇതിലൂടെ പോണത് കണ്ടു. കൃത്യമായി വഴി ചോദിക്കായിരുന്നു അബദ്ധായി. നീ വേഗം നടക്കാൻ നോക്ക്. അതെ, ഞങ്ങൾ ഷാപ്പിലേക്കല്ല കമ്പനി കൂടാൻ. ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇയാളെന്തിനാ ഞങ്ങളുടെ പുറകെ നടക്കുന്നത്? എന്റെ മുമ്പേ നടക്കുന്നത് എന്നാ പിന്നെ ഞങ്ങൾ പുറകെ നടക്കാം. വേണ്ട വേണ്ട കോംപ്രമൈസ്. എന്ത് ഹെൽപ്പ് ഒരു ഹെൽപ്പും വേണ്ട. ചേട്ടൻ കൂടുതൽ സഹായിക്കണ്ട. ഇയാളെന്താ കൂർക്കനാണോ? പോകുന്നുണ്ടില്ലേ? നാശം. ശല്യം കൂടെ തന്നെ വിടാതെ നടക്കും മീനു. രാത്രി എങ്ങനെയാ ബംഗ്ലാവിൽ അഡ്ജസ്റ്റ് ചെയ്ത് നാളെ രാവിലെ തന്നെ എസ്റ്റേറ്റിലേക്ക് പോവാം. ഈ വഴി പോയി നോക്കിയാലോ? വിനോദ ഒന്ന് പെട്ടെന്ന് നടക്ക്. കണ്ണ് കാണണ്ടേ? ഇവിടെ അടുത്തെവിടെയാണെന്നല്ല അയാൾ പറഞ്ഞത്. നമുക്ക് കണ്ടുപിടിക്കാം. ഇതൊക്കെ അല്ലേ ഈ ട്രിപ്പിന്റെ ഒരു ത്രില്ല്. അയാളെവിടെ? ആ കള്ളൂടീനെ കാണുന്നില്ലല്ലോ. ശരിയാ, പോയിന്നാ തോന്നുന്നേ. ഓ, ഒരു ശല്യം ഒഴിവായി. സമാധാനായി. ഞാനില്ലാട്ടോ ഇനി ഒരു അടി നടക്കാൻ. അല്ല, ഇനി എത്ര ദൂരം വെച്ചാൽ നടപ്പ്? കാല് വേദനിച്ചിട്ട് വയ്യ. ഓരോരുത്തരുടെ വാക്കും കേട്ട് ഇറങ്ങി തിരിച്ചിട്ടിപ്പോ കാട്ടിനകത്തായി. അതെ, എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ഞാൻ തന്നെ പോയി കണ്ടുപിടിച്ചോളാം. ചാക്കോ, അവനെ ഒറ്റയ്ക്ക് വിടല്ലേ, നീ കൂടെ ചെല്ലു. വിനോദേ നിക്ക്, ഇവന്റെ ഒരു കാര്യം. എന്തൊരു സ്ഥലാ ഇത്? പണ്ട് മുത്തശ്ശി പറഞ്ഞ സ്ഥലം പോലെ ഉണ്ട്. അതിനിടയ്ക്ക് രഘുറാമെന്ന് പറഞ്ഞ വേറൊരു കുരിശും. അയാളുടെ ഒരു തട്ടലും മുട്ടലും. ഇപ്പൊ അയാളെ എന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ ഒരൊറ്റ അടി ഞാൻ. ഇയാൾ ഇതുവരെ പോയില്ലേ? ഞാനിവിടെ പോവാൻ. നമ്മളൊക്കെ ഫ്രണ്ട്സ് അല്ലേ? വി ആർ ഓൾ മലയാളീസ്. ഇയാൾക്ക് എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ടല്ലേ ആ പൂച്ചക്കണ്ണനുമായിട്ട്. ഞാൻ വണ്ടിയിൽ ശ്രദ്ധിച്ചു. തനിക്ക് ശ്രദ്ധിക്കാൻ വേറെ ഒന്നും കിട്ടിയില്ല. കിട്ടിയല്ലോ. നീ ഒരു തന്റെ അടിയാണെന്നുള്ള കാര്യം ഞാൻ ശ്രദ്ധിച്ചു. അവളൊരു പാവാണെന്നുള്ള കാര്യം ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ അത്ര പാവൊന്നുമല്ല. അത്ര പാവല്ലെന്നുള്ള കാര്യം ഞാൻ ശ്രദ്ധിച്ചു. അല്ല, നിങ്ങളെ ആരും പ്രേമിക്കാൻ പറ്റില്ല. നിന്നെ ആരും പ്രേമിക്കാൻ പറ്റില്ല. മോളെ, ഞാനൊരു ഉപദേശം തരട്ടെ. ഫ്രീ ആയിട്ട് പ്രേമിച്ചിട്ടില്ലെങ്കിൽ പ്രേമിക്കും. പ്രേമിക്കാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കരുത് മക്കളെ, പാഴാക്കരുത്. ചേട്ടാ, ഞങ്ങൾ അല്ലേലേ തളർന്നിരിക്കാം. കുറച്ച് ഡീസന്റ് ആയിക്കൂടെ? ഡീസന്റ് ആണല്ലേ? പ്ലീസ്. ഇനിയും ഡീസന്റ് ആണോ? അതെ, അങ്ങോട്ട് മാറി നിന്നിട്ട് ഡീസന്റ് ആയാൽ മതി. ഇത് എന്തൊരു മനുഷ്യനാ, ഒരു നാണമില്ല. രാത്രിയാ, ഒറ്റയ്ക്കാണ്, പെൺകുട്ടികളാണ്, പേടിയുണ്ടാവും. പക്ഷെ ഒച്ച വെച്ച് എന്നെ വിളിക്കരുത്, ഞാൻ വരില്ല. ഓക്കെ? വേണ്ട, വിളിക്കില്ല. വിളിക്കില്ല. വിനോദേ, വിനോദ്, എവിടെ പോയി കിടക്കും? വഴി മനസ്സിലാവുന്നില്ലല്ലോ. പേടിച്ചു പോയല്ലേ? പിന്നെ പേടിക്കാതെ. വഴി തെറ്റി ഇറങ്ങാണല്ലേ? വല്ല ആവശ്യമുണ്ടോ ഈ ചുറ്റിക്കളിക്കൊക്കെ? എന്തോന്ന് ചുറ്റിക്കളി? ഇയാൾക്ക് വേറെ ഒരു പണിയുമില്ലേ? ഒന്ന് പോയ ചേട്ടാ പ്ലീസ്. ചേട്ടൻ? ആരാ ചേട്ടൻ? സർ പ്ലീസ്. അങ്ങനെ വഴിക്ക് വാ മോനെ. നേരെ പോയിട്ട് ഇടത്തോട് തിരിഞ്ഞിട്ട് വീണ്ടും ഇടത്തോട് തിരിഞ്ഞിട്ട് വീണ്ടും ഇടത്തോട്. മനസ്സിലായില്ലല്ലേ? നേരെ പോയാൽ ഇടത്ത് ഭാഗത്തിരിക്കുന്നവർ. പോയാട്ടെ. താങ്ക് യു സർ. ഓ, അയ്യോ, എനിക്ക് പേടിയാവുന്നു മീനാക്ഷി. നമുക്ക് അവിടെ തന്നെ ഇരുന്നാ മതിയായിരുന്നു. പാമ്പിന്റെ ചീറ്റിൽ നീ കേട്ടതല്ലേ? അവിടെ മുഴുവൻ പാമ്പിന്റെ പുറ്റ. പാമ്പല്ല, ചേമ്പാ. ഒരു പേടി. നീ ഒരുത്തി കാരണ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഞാനോ? ഇതുകൊള്ളാം. ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ അറിഞ്ഞോ? ഇവരിതെവിടെ? സൂക്ഷിക്കണം കേട്ടോ. ഇയാളെന്താ കാടിളക്കാൻ ഇറങ്ങിയാണോ? ഇനി എന്ത് ഇളക്കാൻ? പന്നി ഇളകിയ കാടിളകിയെന്ന അർത്ഥം. അതുകൊണ്ട് വടി നല്ലതാ. കേട്ടിട്ടില്ലേ? പന്നിക്ക് കാലൻ വടി. വടി വടി. നീ ഇതെവിടെയായിരുന്നു? വെറുതെ രാത്രി മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. ഈ കൊടുങ്കാട്ടിൽ വഴി മനസ്സിലാവുണ്ട്. നീ എവിടെയായിരുന്നു? വന്നേ വാ പോവാം. അല്ല, ഞാനൊരു ചെറിയ സംശയം ചോദിച്ചോട്ടെ. നിങ്ങൾ നടക്കുകയാണോ അതോ എഴുകയാണോ? ആ പെൺകുട്ടികൾ അവിടെ കാത്തിരിക്കുക. ഞാൻ കൊണ്ടുവിടണം. എന്റെ പൊന്നു ചേട്ടാ, ഇനിയും വന്ന് ഞങ്ങൾ വഴിതെറ്റിക്കലേ പ്ലീസ്. അയ്യോ, ഞാൻ ഇതുവരെ ആരെയും വഴിതെറ്റിച്ചിട്ടില്ല. വി ആർ മലയാളീസ്. ഞാൻ അങ്ങനെ ചെയ്യുവോ? അയ്യോ, എനിക്ക് വയ്യ ഇനി നടക്കാൻ.
നോക്കാൻ. അവരെ കാണുന്നില്ലല്ലോ. ഇത് എങ്ങോട്ടായി പോകുന്നേ? ഞാൻ പറഞ്ഞില്ലേ നിന്നോട് അവിടെ തന്നെ ഇരിക്കാവുന്ന. സിമി, ഇതുണ്ടോ? അതുമല്ല പുലിയോ മറ്റോ പിടിച്ചായിരിക്കും. നിങ്ങൾ എന്ത് പണിയായി കാണിച്ച്? കാട്ടിലെങ്കിലും പറഞ്ഞൊന്ന് അനുസരിച്ചൂടെ? ഒരിടത്ത് ഇരുത്തി അവിടെ ഇരിക്കണം. വാ, അത് നിങ്ങളെ കാണാഞ്ഞിട്ടല്ലേ? എവിടൊക്കെ നോക്കി ശരി, നിങ്ങൾ പോയിട്ടുണ്ടേ ബംഗ്ലാവ് കണ്ടോ? മോനെ മോനെ ഇത് അയാളായിരിക്കുന്നേ. ആ രഘുറാം, നിങ്ങൾ ഇങ്ങോട്ട് വാ. അയാളെ വല്ല പുലിയും പിടിച്ചതായിരിക്കുമല്ലേ? എനിക്ക് പേടിയാവുന്ന ചക്കോ. എന്നാ നമ്മൾ രക്ഷപ്പെട്ടു. ഭാഗ്യം. നീ മിണ്ടാതിരിക്കട്ടെ കരുന്നാക്കെ. മതിയായി. വാ നമുക്ക് പോ. വാ. ഫോറസ്റ്റ് ഗസ്റ്റ് ഹൗസുകളിൽ വ്യാപകമായി മോഷണം തുടരുന്നു. എടാ കൊച്ചു കള്ള, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ആനമല ഗസ്റ്റ് ഹൗസിലേക്ക് വാ. വിവരറി മുത്തങ്ങ വാച്ചറെ തലക്കടിച്ച് ബോധം കെടുത്തിയതിനു ശേഷം ഗസ്റ്റ് ഹൗസിലുള്ള പുരാവസ്തുക്കൾ മുഴുവൻ കൊള്ളയടിക്കുകയാണ് കള്ളന്റെ പതിവ്. എല്ലാ വാച്ചർമാരും ഒരുപോലെയാണെന്ന് കരുതിയാടാ കഴുതേ. നിനക്ക് ഭാസ്കരന്റെ തനി സ്വരൂപം അറിയാൻ പാടില്ലാഞ്ഞിട്ടാണ്. തട്ടിക്കളയും ഞാൻ, തട്ടും ഞാൻ. ഇവിടെ ഉണ്ടടാ വിലപിടിപ്പുള്ള സാധനങ്ങൾ. ആനക്കൊമ്പ്, മാങ്കൊമ്പ്, മങ്കൊമ്പ്. ധൈര്യം ഉണ്ടെങ്കിൽ നീ ഭാസ്കരന്റെ അടുത്തേക്ക് പോടാ. എടാ ഭാസ്കര, ഞാൻ എത്തി. വിളിച്ച വിളിപ്പുറത്താണ് ഞാൻ. ആരെയും കയറി വെല്ലുവിളിക്കരുത്, പ്രത്യേകിച്ച് അനിയനെ പോലുള്ള പൂർ വാച്ച്മാൻ. എവിടെ കലമാൻ കൊമ്പ്? എലിഫന്റ് ടീത്ത്. ആനപ്പല്ലുണ്ടാക്കിയ ആശ്രയ സായിപ്പന്മാർക്ക് വലിയ ഇഷ്ടമായിരിക്കും. സോറി, നിന്നെ കണ്ടാ പറയില്ല. ആന പല്ല് പോയിട്ട് ആന പൂട പോലും ഇവിടെ കാണുകയില്ല.